കുടിവെള്ള ക്ഷാമം ചർച്ച ചെയ്യാൻ ഇരിങ്ങാലക്കുട നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ KSTP ഉദ്യോഗസ്ഥർ എത്തിയില്ല. KSTPയുടെ ധിക്കാരം അവസാനിപ്പിക്കണമെന്ന് കൌൺസിലർമാർ. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിന്റെ കപ്പേളയുടെ ചില്ലുവാതിൽ തകർത്ത് രൂപം കാർന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടത്തിൽ 10 ആനകളെ പങ്കെടുപ്പിക്കാൻ തീരുമാനം. മുൻനിരയിൽ ഓടുക ആദ്യം നറുക്കെട്ടെടുക്കുന്ന 3 ആനകൾ. അതിരപ്പള്ളിയിൽ കാലിന് പരിക്കേറ്റ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതിയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കാൻ വനംവകുപ്പിന്റെ തീരുമാനം. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ റോഡരികിലെ കരിക്കുവിൽപ്പന കേന്ദ്രം കാട്ടാന തകർത്തു. കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഹോൺ മുഴക്കി വാഹനങ്ങൾ. ദുരിതമനുഭവിച്ച് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ KSTPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റോഡ് നവീകരണ പ്രവൃത്തികളെ തുടർന്ന് ഉടലെടുത്ത കുടിവെള്ളക്ഷാമം ചർച്ച ചെയ്യാൻ ഇരിങ്ങാലക്കുട നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ KSTP ഉദ്യോഗസ്ഥർ പങ്കെടുത്തില്ല. നഗരസഭാ പ്രദേശത്ത് കുടിവെള്ള വിതരണം താറുമാറായെന്ന പരാതി ഉയർന്നതോടെയാണ് KSTP അധികൃതരും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും കൌൺസിലർമാരും പങ്കെടുക്കുന്ന യോഗം വിളിച്ചത്. എന്നാൽ യോഗത്തിൽ KSTP അധികൃതർ എത്തിയില്ല. പകരം പ്രൊജക്ട് മാനേജർ റെജി പോളാണ് യോഗത്തിലെത്തിയത്. KSTPയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും തന്നെ പങ്കെടുക്കാത്തതിൽ കൌൺസിലർമാരിൽ നിന്നും പ്രതിഷേധമുയർന്നു. പൊതുജനങ്ങളുടെ വികാരം മനസ്സിലാക്കണമെന്നും ഫോൺ വിളിച്ചാൽ പോലും ധിക്കാരപരമായ സമീപനമാണ് KSTP ഉദ്യോഗസ്ഥരുടേതെന്നും കൌൺസിലർമാർ പറഞ്ഞു. വിമർശനങ്ങൾ രൂക്ഷമായതോടെ KSTP പ്രൊജക്ട് മാനേജർ റെജി പോൾ യോഗം ആരംഭിച്ച് അല്പസമയത്തിനകം ഇറങ്ങിപ്പോയി. യോഗത്തിൽ പങ്കെടുത്ത വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തങ്ങളുടെ നിസ്സഹായാവസ്ഥ വ്യക്തമാക്കി. റോഡ് പണിക്കായി KSTP നിർദ്ദേശിക്കുമ്പോൾ മാത്രമാണ് വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുന്നത് ഉൾപ്പെടെയുള്ള പണികൾ ചെയ്യാറുള്ളത്. പലപ്പോഴും മുൻകൂട്ടി വിവരങ്ങൾ അറിയിക്കാറില്ലെന്ന് യോഗത്തിൽ പരാതി ഉയർന്നു. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു. TCV ഇരിങ്ങാലക്കുട. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിന്റെ കപ്പേളയുടെ ചില്ലുവാതിൽ തകർത്ത് രൂപം കോർന്ന കേസിൽ ഒരാൾ അറസ്റ്റിൽ. കപ്പേളയ്ക്ക് സമീപം താമസിക്കുന്ന നെടിയടത്ത് ഷാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീടിന് സമീപം കപ്പേള വന്നതിലെ വൈരാഗ്യമാണ് ചില്ലുവാതിൽ തകർത്ത് രൂപം കോരാൻ കാരണമെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. കഴിഞ്ഞ ദിവസമാണ് കപ്പേള തകർത്ത് രൂപം കോർന്നത്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് ആൾതാമസമില്ലാത്ത വീട് കുത്തി തുറന്ന മോഷണ ശ്രമം. റിട്ടയർഡ് റെയിൽവേ ജീവനക്കാരൻ ഞാവേലിപ്പറമ്പിൽ ഷാനവാസിന്റെ വീട്ടിലാണ് കവർച്ചാ ശ്രമം നടന്നത്. വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയത്. വീടിനകത്തുള്ള അലമാരകളെല്ലാം കുത്തി തുറന്ന് വലിച്ചു വാരിയിട്ട നിലയിലാണ്. ഷാനവാസും കുടുംബവും നാട്ടിലില്ലാത്തതിനാൽ വീട് വൃത്തിയാക്കാനെത്തിയ സ്ത്രീയാണ് മോഷണ ശ്രമം നടന്നതായി കണ്ടെത്തിയത്. തുടർന്ന് വാർഡ് കൌൺസിലർ VM ജോണി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെ ജീവനക്കാരി വന്നപ്പോഴാണ് വീടാകെ കുത്തിപ്പൊളിച്ച് തുറന്ന് കണ്ടത്. അകത്ത് കയറി നോക്കിയപ്പോൾ മുഴുവൻ സാധനങ്ങളും വലിച്ചു വാരി, മുഴുവൻ അലമാരകൾ എല്ലാം സ്വർണ്ണാഭരണങ്ങളോ അതുപോലെ തന്നെ പണമോ ആണ് ആ കള്ളന്മാർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതൊന്നും ഈ ഷാനവാസിക്കോട് വെക്കാതെയാണ് എല്ലാം സുരക്ഷിതമായിട്ട് പുള്ളി വെച്ചതിൻ്റെ പേരിൽ അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആനയോട്ട ചടങ്ങിൽ 10 ആനകളെ മാത്രം പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചു. ഇതിൽ നിന്ന് നറുക്കെട്ടെടുക്കുന്ന 3 ആനകൾ മാത്രമാണ് മുൻനിരയിൽ ഓടുക. ഈ മാസം 10 നടക്കുന്ന ആനയോട്ടത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി വിളിച്ചുയർത്ത സബ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. അപകടകാരികൾ അല്ലാത്തതും മതപ്പാടിൽ അല്ലാത്തതുമായ 10 ആനകളെയാണ് വിദഗ്ധ സമിതി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യം ഓടിയെത്തി ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. പങ്കെടുത്ത ആനകൾക്ക് മുഴുവൻ ആനത്താവളത്തിൽ ഊട്ട് നൽകും. വേനൽച്ചൂട് കണക്കിലെടുത്ത് ആനകൾക്ക് കുടിക്കുവാനുള്ള വെള്ളം കരുതും. വെള്ളമൊഴിച്ച് ആനകളുടെ ശരീരവും റോഡും തണുപ്പിക്കും. ആനയോട്ട ചടങ്ങിൽ ഹെലിക്യാം ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുവാനും യോഗം തീരുമാനിച്ചു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സബ് കമ്മിറ്റി ചെയർമാൻ മനോജ് B നായർ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ, ആനചികിത്സാ വിദഗ്ധ സമിതി അംഗങ്ങളായ ഡോക്ടർ K വിവേക്, ഡോക്ടർ ചാരുജിത് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ ആനകൾക്ക് അരോചകമായ രീതിയിൽ വലിയ ശബ്ദമുണ്ടാക്കുന്ന PPകൾക്കും ലേസർ ലൈറ്റുകൾക്കും നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പള്ളിവേട്ട സബ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. പള്ളിവേട്ടയ്ക്കായി മൃഗങ്ങളുടെ വേഷം കെട്ടി ക്ഷേത്രത്തിനകത്തേക്ക് ഓടിക്കയറുന്നവർ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്നതിനൊപ്പം PPകളും ഉപയോഗിക്കാറുണ്ട്. ഇത് കർശനമായി നിയന്ത്രിക്കും. ഒരു മൃഗവേഷത്തോടൊപ്പം 5 പേരെ മാത്രമാണ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുക. ഇവരുടെ പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് ചെസ്റ്റ് നമ്പർ വാങ്ങിക്കണം. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരുടെയും പോലീസിന്റെയും
യോഗം വിളിച്ചു ചേർക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ അധ്യക്ഷത വഹിച്ചു. പള്ളിവേട്ട സബ് കമ്മിറ്റി ചെയർമാൻ മനോജ് B. നായർ, ക്ഷേത്ര മാനേജർ PK സുശീല, അനിൽ കല്ലാറ്റ്, OP ഉണ്ണികൃഷ്ണൻ, TP നന്ദകുമാർ, മോഹന ചിത്ര, ശിവദാസ് മുല്ലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കാലിന് പരിക്കേറ്റ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതിയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് വാഴച്ചൽ DFO R. ലക്ഷ്മി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകി. അനുമതി ലഭിച്ചാൽ അടുത്ത തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ സമീപ ദിവസമോ ദൌത്യം ആരംഭിക്കും. അതേസമയം ആനയെ നിരീക്ഷിച്ച വെറ്ററിനറി വൈൽഡ് ഓഫീസർമാർ ആനയെ അടിയന്തരമായി ചികിത്സിക്കുമെന്ന റിപ്പോർട്ട് നൽകിയിട്ടില്ല. കാലടി പ്ലാന്റേഷന്റെ 1-ാം ബ്ലോക്കിലായിരുന്നു ബുധനാഴ്ച ഉച്ചവരെ ഗണപതിയെ കണ്ടത്. ആനയ്ക്ക് നടക്കാൻ പ്രയാസമുണ്ടെന്ന് DFO പറഞ്ഞു. കൊമ്പൻ കഴിഞ്ഞ ദിവസത്തേക്കാൾ അവശ നിലയിലാണെന്നാണ് സൂചന. മുൻഭാഗത്തെ വലതുകാലിന്റെ പാദത്തിലാണ് പരിക്കുള്ളത്. അണുബാധയുണ്ടാകുവാനും സാധ്യതയുണ്ടെന്ന് DFO പറഞ്ഞു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ റോഡരികിലെ കരിക്ക് വിൽപ്പന കേന്ദ്രം കാട്ടാന തകർത്തു. കോടാമ്പറമ്പൻ ആനന്ദിന്റെ കടയാണ് കഴിഞ്ഞ ദിവസം രാത്രി ആനക്കൂട്ടം നശിപ്പിച്ചത്. 2 മാസം മുൻപാണ് കട തുടങ്ങിയത്. മേഖലയിൽ കാട്ടാന ശല്യം പതിവാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വെള്ളിക്കുളങ്ങര ചൊക്കന തോട്ടം മേഖലയിൽ പതിവായി കാട്ടാന എത്തുന്നത് തൊഴിലാളി കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. ഒരാഴ്ചയിലേറെയായി ചൊക്കനയിലെ തൊഴിലാളി പാടികൾക്ക് സമീപം രാത്രിയായാൽ സ്ഥിരം കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. വർഷങ്ങളായി കാട്ടാനകളടക്കമുള്ള വന്യജീവികളുടെ ശല്യം സഹിച്ച് ജീവിക്കുന്നവരാണ് മറ്റത്തൂർ പഞ്ചായത്തിന്റെ വടക്ക് കിഴക്കേ കോണിലുള്ള ചൊക്കന, നായാട്ടുകുണ്ട് മലയോര ഗ്രാമങ്ങൾ. കർഷകരും തോട്ടം തൊഴിലാളികളുമാണ് ഇവിടെ താമസിക്കുന്നത്. ഇവരുടെ ജീവനും സ്വത്തിനും വന്യജീവികൾ കനത്ത വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ചൊക്കനയിലെ എസ്റ്റേറ്റ് പാടികൾക്ക് സമീപത്തേക്ക് കാട്ടാനയെത്തുന്നത് തൊഴിലാളി കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. സന്ധ്യയായാൽ പാടികൾക്ക് സമീപമെത്തുന്ന കാട്ടാനയെ പേടിച്ചാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെയുള്ളവർ കഴിഞ്ഞുകൂടുന്നത്. പരീക്ഷാകാലമായതിനാൽ സമാധാനത്തോടെ ഇരുന്ന് പഠിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എന്നും രാത്രി ആന വരും, ഉറങ്ങാനൊക്കെ ഞങ്ങൾക്ക് നല്ല പേടിയാണ്. എന്നും ആന വന്ന് ശല്യമാക്കും. പഠിക്കാനൊക്കെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്. പല ദിവസവും ഞങ്ങൾക്ക് കരണ്ടായില്ല, പിന്നെ പഠിക്കാനും പറ്റണ്ടായില്ല. ബുധനാഴ്ച രാവിലെ കാരിക്കടവ് റോഡിനോട് ചേർന്ന് തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്ന തൊഴിലാളി സ്ത്രീയെ കാട്ടാന ഓടിച്ചതിനെ തുടർന്ന് ഇവർക്ക് വീണ് പരിക്കേറ്റു. വീണ് കിടന്ന ഇവർക്ക് തൊട്ടടുത്തുവരെ ആന എത്തിയെങ്കിലും പിന്തിരിഞ്ഞു പോയതിനാൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. പുലർച്ചെ ടാപ്പിങ്ങിന് പോകുന്ന നിരവധി തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവൻ പണയപ്പെടുത്തിയാണ് മേഖലയിൽ തോട്ടം തൊഴിലാളികൾ പണിയെടുക്കുന്നത്. 7 മണി തുടങ്ങിയൊക്കെ അവരിവിടെ ഉണ്ട്. പിള്ളേർക്ക് എങ്ങ് ഇറങ്ങിപ്പോയി കൈ കഴുകാനോ ഒന്നിനും പറ്റില്ല. നിങ്ങൾ ആനക്കാനെ കീറി ഞങ്ങളുടെ കമ്പിനെ രക്ഷിക്കണേ. ഞങ്ങൾക്ക് അത് മാത്രമേ പറയാനുള്ളൂ. രാത്രിയിൽ പാടികൾക്കടുത്തെത്തി നിലയുറപ്പിക്കുന്ന കാട്ടാനയെ പടക്കം പൊട്ടിച്ച് തുരത്താനായി ഉണർന്നിരിക്കുകയാണ് ചൊക്കനയിലെ തൊഴിലാളികൾ. ഓരോ രാത്രിയിലും ഇങ്ങനെ പടക്കം പൊട്ടിച്ചും ഒച്ചയെടുത്തും ആനയെ അകറ്റുന്നുണ്ടെങ്കിലും പിറ്റേന്ന് രാത്രിയിൽ വീണ്ടും ആനയെത്തും. വീടിനു പുറകിൽ കാട്ടുകൊമ്പൻ നിൽക്കുന്നത് കണ്ട് ഭയന്ന് പാടിയിൽ താമസിച്ചിരുന്ന എസ്റ്റേറ്റ് തൊഴിലാളിയുടെ ഭാര്യ കുഴഞ്ഞു വീണ് മരിച്ച സംഭവം ഇവിടുത്തെ കുടുംബങ്ങൾക്ക് മറക്കാനായിട്ടില്ല. തൊഴിലാളികളുടെ വാസസ്ഥലത്ത് പതിവായി ആനയെത്തുന്നത് ഇനിയും ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്ന ഭീതിയാണ് പ്രദേശവാസികൾക്കുള്ളത്. TCV ന്യൂസ്, കൊടകര. കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഹോൺ മുഴക്കി വാഹനങ്ങൾ. ദുരിതമനുഭവിച്ച് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾ. കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന രോഗികൾക്ക് ഹോൺ മുഴക്കം ശല്യമായി തുടരുകയാണ്. നവജാത ശിശുക്കൾ മുതൽ വയോധികർ വരെ ചികിത്സ തേടുന്ന ആശുപത്രിയിലെ പ്രധാന വാർഡുകളെല്ലാം വൺ വേ റോഡിനോട് ചേർന്നാണുള്ളത്. രാപ്പകൽ ഭേദമില്ലാതെ വാഹനങ്ങൾ കടന്നുപോകുന്ന വൺ വേ റോഡിൽ ഹോണടി നിയന്ത്രിക്കാൻ നടപടികളുണ്ടാകുന്നില്ല. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികൾ പോലും കാതടപ്പിക്കുന്ന ഹോൺ ശബ്ദം കേൾക്കേണ്ട അവസ്ഥയിലാണ്. നഗരത്തിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകളെല്ലാം കടന്നുപോകുന്ന വൺ വേ റോഡിൽ ഹോൺ മുഴക്കൽ പതിവാണ്. ആശുപത്രി പരിസരങ്ങളിൽ ഹോൺ ഉപയോഗിക്കരുതെന്ന ചട്ടമുണ്ടെങ്കിലും ഇവിടെ അത് പാലിക്കപ്പെടുന്നില്ല. നോ ഹോൺ സൂചന നൽകുന്ന ബോർഡ് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇത് വൺ വേ റോഡാണ് ആസ്പത്രിയുടെ പടിഞ്ഞാറ് വശത്തുള്ളത്. പക്ഷേ ആ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളെല്ലാം വലിയ ഹോൺ മുഴക്കിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. സത്യത്തിൽ അതിലേ പോകുമ്പോൾ ഹോൺ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഈ റോഡ് വൺ വേ ആണ്, ഓപ്പോസിറ്റ് ട്രാഫിക് ഇല്ലാതെ സ്മൂത്തായി പോകാവുന്ന റോഡാണ്. പക്ഷെ അവർ ജീവൻ മരണ പോരാട്ടം പോലെ ഓടി വന്ന് വലിയ ഹോൺ അടിച്ച് ആസ്പത്രിയിൽ കിടക്കുന്ന രോഗികളെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ബസ്സുകൾ അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രോഗപീഠയോടൊപ്പം ചെവി തുളയ്ക്കുന്ന ഹോൺ ശബ്ദത്തെയും സഹിക്കേണ്ട ഗതികേടിലാണ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.
ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരാഘോഷത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച് പാലക്കാട് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് ഈ മാസം 12-ാം തീയതി രാത്രി 8 മണിക്കും 9:30-ക്കും 13-ന് രാത്രി 7 മണിക്കും വെടിക്കെട്ട് നടത്താൻ അനുമതി തേടി സമർപ്പിച്ച അപേക്ഷയിലാണ് ADM കെ മണികണ്ഠൻ അനുമതി നിഷേധിച്ചത്. കോടതിയിൽ കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ മാപ്പ് പറഞ്ഞെന്ന തെളിവുമായി BJP നിഷേധിച്ച് ചെയർപേഴ്സൺ കൌൺസിൽ യോഗത്തിൽ BJP പ്രതിഷേധം. നഗരത്തിലെ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെന്നാരോപിച്ച് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ കോടതിയിൽ കഴിഞ്ഞ ദിവസം നേരിട്ട് ഹാജരായി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മാപ്പ് പറഞ്ഞെന്ന് BJP കൌൺസിലർമാർ കഴിഞ്ഞ കൌൺസിൽ യോഗത്തിൽ ആരോപണമുയർത്തിയിരുന്നു. എന്നാൽ ചെയർപേഴ്സൺ ഇത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മാപ്പെഴുതി നൽകിയ അഫിഡവിറ്റ് BJP കൌൺസിലർ KK മുരളി കൌൺസിൽ യോഗത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന് കൈമാറി. എന്നാൽ കോടതിയിൽ മാപ്പ് പറഞ്ഞിട്ടില്ലെന്നും കോടതിയിൽ നടക്കുന്ന കേസിനെക്കുറിച്ച് കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറല്ലെന്നും ചർച്ച ചെയ്യാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ചെയർപേഴ്സൺ ഉറച്ചുനിന്നു. ഇതോടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കം നടന്നു. തുടർന്ന് BJP കൌൺസിലർമാർ ചെയർപേഴ്സന്റെ ഡയസിന് മുൻപിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ രാജിവെക്കണമെന്ന് BJP കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധം ശക്തമായതോടെ അജണ്ട ചർച്ച ചെയ്യാനാകാതെ യോഗം പിരിച്ചുവിട്ടു. തുടർന്ന് BJP കൌൺസിലർമാർ കൌൺസിൽ ഹാളിന് മുൻപിലും മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. ഭാര്യയെ തിളയ്ക്കുന്ന കഞ്ഞിയിലേക്ക് തല മുക്കിപ്പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവിനെ റിമാൻഡ് ചെയ്തു. കുറ്റിച്ചിറ വെട്ടിക്കുഴി പുലിക്കുന്നേൽ വീട്ടിൽ ഡെറിനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ K കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 3-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. യുവതി സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞതിന്റെ വിരോധത്തിൽ മദ്യപിച്ചെത്തിയ ഡെറിൻ യുവതിയെ വീടിനുള്ളിൽ വെച്ച് ആക്രമിക്കുകയും കഴുത്ത് ഞെക്കിപ്പിടിച്ച് അടുക്കളയിലേക്ക് തള്ളിക്കൊണ്ടുപോയി തിളയ്ക്കുന്ന കഞ്ഞിയിലേക്ക് തല മുക്കിപ്പിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. സംഭവത്തെ തുടർന്ന് യുവതി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയും കാലടി കവർച്ചാ കേസിലെ പ്രധാന പ്രതിയുമായ പെരിഞ്ഞനം സ്വദേശിയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. പുഴങ്കരയിലത്തെ വീട്ടിൽ അനീസിനെയാണ് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് അനീസിനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർമാരായ KS സൂരജ് എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി. പാലപ്പള്ളി ചൊക്കന റോഡിൽ പരിശോധന നടത്തുന്നതിനിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശികളായ പാറക്കൽ വീട്ടിൽ അജാസ്, കാലടി വീട്ടിൽ റഫീഖ്, കോടൻ വീട്ടിൽ അജ്മൽ, മാന്തർത്തോടി വീട്ടിൽ സനാബിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഫെബ്രുവരി 12-ന് രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പെട്രോളിംഗിനിടെ സംശയാസ്പദമായ രീതിയിൽ വന്ന കാർ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതിനിടെ വാഹനം വനപാലകർക്ക് നേരെ ഓടിച്ചു കയറ്റുകയായിരുന്നു. വനപാലകർ ഓടി മാറിയതുമൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവശേഷം രക്ഷപ്പെട്ട പ്രതികളെ വനപാലകരുടെ പരാതിയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വരന്തരപ്പള്ളി SHO KN മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വാഹനമിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതിനും കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചതിനുമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. ചൊവ്വനൂരിൽ 3 കാറുകൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ഒരു കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ പാടത്തേക്ക് മറഞ്ഞു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ ചൊവ്വനൂർ പാടത്തിന് സമീപത്താണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വരികയായിരുന്ന കാറിൽ ഇടിക്കുകയും തുടർന്ന് മറ്റൊരു കാർ അപകടത്തിൽപ്പെട്ട കാറിന്റെ പുറകിൽ ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിയുകയുമായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ചലച്ചിത്ര നടൻ കലാഭവൻ മണി ഓർമ്മയായിട്ട് വ്യാഴാഴ്ച 9 വർഷമാകുന്നു. ഇനിയും യാഥാർത്ഥ്യമാകാതെ ചാലക്കുടിയിലെ കലാഭവൻ മണി സ്മാരകം. മലയാളക്കരയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മണിയുടെ മരണം കലാ ആസ്വാദകരുടെ മനസ്സിൽ ഇന്നും തേങ്ങലാണ്. ഇതേസമയം മണിയുടെ സ്മാരകം നിർമ്മിക്കുന്നത് സംബന്ധിച്ച് തർക്കം തുടരുകയാണ്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് വ്യാഴാഴ്ച ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട്. മണിയുടെ സ്മാരകം നിർമ്മിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അമാന്തം കാണിക്കുന്നുവെന്നാരോപിച്ചാണ് MLAയുടെ പ്രതിഷേധം. എന്നാൽ MLAയുടെ കെടുകാര്യസ്ഥത മൂലമാണ് സാംസ്കാരിക കേന്ദ്രം എങ്ങും എത്താത്തതെന്ന് LDF ആരോപിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചത് LDF പാർലമെന്ററി പാർട്ടി കഴിഞ്ഞയാഴ്ച നഗരസഭാ കവാടത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു. ദേശീയപാതയോട് ചേർന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിധിയിലുള്ള 20 സെന്റ് സ്ഥലം സാംസ്കാരിക വകുപ്പ് വിട്ടുനൽകിയിരുന്നു. 3 കോടി രൂപയും അനുവദിച്ചു. എന്നാൽ ഫോക്ലോർ അക്കാദമിയുമായി സഹകരിച്ചുള്ള കേന്ദ്രത്തിന്റെ നിർമ്മാണം ഏറെ നീണ്ടുപോയി. നാടൻ കലകളുടെ വളർച്ചയ്ക്ക് ആധാരമാകുന്ന പ്രസ്തുത കേന്ദ്രം ചാലക്കുടിക്ക് മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല.
എങ്കിലും ഇതിനുള്ള ആത്മാർത്ഥ ശ്രമം നടത്താതെ ബന്ധപ്പെട്ടവർ കലാഭവൻ മണിയുടെ പേരിനെ പോലും വിവാദത്തിലാക്കുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് സ്വദേശി തണ്ടിയേക്കൽ വീട്ടിൽ നവീനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ തിങ്കളാഴ്ച അന്തിക്കാട് സ്വദേശി പുളിക്കൽ വീട്ടിൽ സിബിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. സിബിന്റെ സഹോദരൻ വിപിനെ നവീൻ കളിയാക്കിയത് ചോദ്യം ചെയ്തതിലുള്ള വിരോധത്താലാണ് അന്തിക്കാട് വെച്ച് നവീൻ കൈമഴുകൊണ്ട് തലയിൽ വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും വിപിനെ കൈകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സുബിന്ദ്, അഭിലാഷ്, കൃഷ്ണദാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ്, ഷാജു, മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട നഗരസഭയുടെ മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ഷിബിൻ പൊറത്തിശ്ശേരി മഹാത്മാ UP സ്കൂളിന് ഡോക്ടർ R. ബിന്ദുവിന്റെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ പാഴാക്കാൻ UDF ഭരണസമിതി ശ്രമം നടത്തുന്നതായി ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം ലഭ്യമായ ആനുകൂല്യങ്ങൾ പോലും നഗരസഭയ്ക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണെന്ന് ഷിബിൻ ആരോപിച്ചു. ആഴ്ചകളായി കാണാനില്ല എന്ന് പറഞ്ഞ രജിസ്റ്റർ കുത്തിയിരിപ്പ് സമരം തുടങ്ങി 10 മിനിറ്റിനകം കണ്ടുകിട്ടിയതായി സെക്രട്ടറി ഷാജി CC ഷിബിനെ അറിയിച്ചു. സ്കൂളിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് നഗരസഭ സെക്രട്ടറി ഉറപ്പ് നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് ഷിബിൻ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ചില നഗരസഭയിൽ എത്ര ഓഫീസർമാരുണ്ട്? എല്ലാവർക്കും സ്പിൽ ഓവറാ. അശ്വിനി ആശുപത്രിയുടെ നേതൃത്വത്തിൽ TCV ജീവനക്കാർക്കുള്ള ആശുപത്രി പ്രിവിലേജ് കാർഡ് വിതരണോദ്ഘാടനം നടന്നു. അശ്വിനി ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ അശ്വിനി ആശുപത്രി ചെയർമാൻ പ്രദീപ് ചന്ദ്രൻ TCV ചാനൽ സബ് കമ്മിറ്റി കൺവീനർ PM നാസറിന് പ്രിവിലേജ് കാർഡ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. അശ്വിനി ആശുപത്രി MD KK സുഗതൻ, വൈസ് ചെയർമാൻ MU ഉണ്ണികൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ AS ധർമ്മൻ, IN രാജേഷ്, ജനറൽ മാനേജർ PK രാജു, TCV ഡയറക്ടർമാരായ ജേക്കബ് ജെറോം, സുബ്രഹ്മണ്യൻ, TCV ജനറൽ മാനേജർ മനോജ് കമ്മത്ത് എന്നിവരും സന്നിഹിതരായിരുന്നു. അശാസ്ത്രീയമായ കടൽ മണൽ ഖനനം അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ തീരദേശ ധർണകൾ സംഘടിപ്പിച്ചു. എറിയാട് ചന്തയിൽ നടന്ന ധർണ CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. MK മുഹമ്മദ് അധ്യക്ഷനായി. KA ഹഫ്സൽ, MK സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം താടിവളവിൽ നടന്ന ധർണ ഏരിയ കമ്മിറ്റി അംഗം PK രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. TK രാജു, CK ഗിരിജ, PA സുധീർ എന്നിവർ സംസാരിച്ചു. പുളിമുട്ടം സെൻട്രലിൽ നടന്ന ധർണ ഏരിയ കമ്മിറ്റി അംഗം KK അബീദ് അലി ഉദ്ഘാടനം ചെയ്തു. EG സുരേന്ദ്രൻ അധ്യക്ഷനായി. PH നിയാസ്, CS രവീന്ദ്രൻ, PH അമീർ, RK ബേബി എന്നിവർ പങ്കെടുത്തു. അഞ്ചങ്ങാടി ജംഗ്ഷനിൽ നടന്ന ധർണ ഏരിയ കമ്മിറ്റി അംഗം KP രാജൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ NHM ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. കേരള നഴ്സസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി EA അബ്ദുൽ ജലീൽ ധർണ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ലേഖ അനീഷ് അധ്യക്ഷത വഹിച്ചു. MLSP ജീവനക്കാരായ റീതു, അലീഷ, രേഖ തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ചേറ്റുവ സ്വദേശിയായ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ വിനോദനെയാണ് 42 ഗ്രാം കഞ്ചാവുമായി വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണിമോൻ, ശ്രീജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ NR സുനീഷ് എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പാവറട്ടി വിശുദ്ധ ഔസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ വലിയ നോമ്പിലെ ബുധനാഴ്ച ആചരണത്തിനും സൗജന്യ നേർച്ചകൂട്ടിനും തുടക്കമായി. ദിവ്യബലിക്ക് സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പിഞ്ചുകുട്ടികൾക്കുള്ള ചോറൂണും നടന്നു. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നേർച്ചകൂട്ടിന്റെ വെഞ്ചിരിപ്പ് നിർവഹിച്ചു. സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികനായിരുന്നു. മാനേജിംഗ് ട്രസ്റ്റി പിയൂസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ KJ വിൻസെന്റ്, OJ ഷാജൻ, വിൽസൺ നീലങ്കാവിൽ, കൺവീനർ ഡേവിസ് തെക്കേക്കര തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
മണിമലർക്കാവ് കുതിരവേല ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പോടെയാണ് 3 ദിനരാത്രങ്ങളിൽ നടന്ന വേലയ്ക്ക് സമാപനമായത്. കാർത്തിക വേലയിൽ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 2 തിരികുതിരകളും 3 കുട്ടിക്കുതിരകളും അടക്കം 21 കുതിരകൾ അണിനിരന്നു. പഞ്ചവാദ്യവും മേളവും എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. കോമരത്തിന്റെ കൽപ്പനയ്ക്ക് ശേഷം ക്ഷേത്രം വലം വെച്ച കുതിരകൾ തട്ടകത്തമ്മയോട് ഉപചാരം ചൊല്ലി ദേശത്തിലേക്ക് മടങ്ങിയതോടെ കുതിരവേലയ്ക്ക് സമാപനമായി. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശിനിയായ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിലായി. ഉഴവത്തുകടവ് സ്വദേശി നഹാസനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ KS സാലിം എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കാട്ടകമ്പാൽ കരിയാപ്പാടം കോൾപ്പടവിൽ കൊയ്ത്തുത്സവം നടത്തി. കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം അക്കിക്കാവ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഓഫീസർ മിനി നിർവഹിച്ചു. കോൾപ്പടവ് പ്രസിഡന്റ് റസാഖ് അധ്യക്ഷത വഹിച്ചു. പടവ് സെക്രട്ടറി NA സുലൈമാൻ, കാട്ടകമ്പാൽ പഞ്ചായത്ത് കൃഷി ഓഫീസർ അനൂപ്, കൃഷി അസിസ്റ്റന്റ് സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. കിഴൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ടെക് ഫെസ്റ്റ് 6-7 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടൂൾ ആൻഡ് ഡൈ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകൾ സംയുക്തമായാണ് സംസ്ഥാനതല ടെക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. പ്രിൻസിപ്പൽ KV സുരേഷ് കുമാർ, മേധാവികളായ KP യാമിനി, P പ്രകാശ്, KK ബിനു, KP വിനോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച അങ്കണവാടി ഹെൽപ്പറായി തെരഞ്ഞെടുത്ത അരിമ്പൂർ പഞ്ചായത്തിലെ എറവ് വിദ്യാമന്ദിർ അങ്കണവാടിയിലെ ആനീസിനെ അരിമ്പൂർ പഞ്ചായത്ത് ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ആദരവ് കൈമാറി. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. വാർഡംഗങ്ങളായ CP പോൾ, ജില്ലി വിൽസൺ, നീതു ഷിജു, മുൻ അങ്കണവാടി വർക്കർ ഗീത രാമചന്ദ്രൻ, കരുണ വയോജന ക്ലബ് കോർഡിനേറ്റർ K അപ്പുകുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. വനിതാ ദിനത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് പുരസ്കാരം സമ്മാനിക്കും. കെട്ടിട നിർമ്മാണ തൊഴിലാളി ജോലിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. പൊയ്യ ചെന്തുരുത്തി കുറുപ്പംപറമ്പിൽ 58 വയസ്സുള്ള ബാലചന്ദ്രനാണ് മരിച്ചത്. പറവൂർ പൂശാരിപ്പടിയിൽ വീടിന്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റിംഗ് നടത്തുന്നതിനിടയിലാണ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എരുമപ്പെട്ടി മഹലിലും പരിസരത്തുമുള്ള നിർധന കുടുംബങ്ങൾക്ക് ഖത്തർ പൗരനായ നാസർ അൽ കഹബി ഫാമിലി ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു. മഹല്ല് ഖത്തീബ് അദീഖ് റഹ്മാൻ ബാഖവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഷെരീഫിന്റെ മകൻ മുഹമ്മദ് സിനാൻ, പാമ്പ്ര ഫാമിലി ട്രസ്റ്റ് സെക്രട്ടറി PK അബൂബക്കർ, എരുമപ്പെട്ടി മഹല്ല് പ്രസിഡന്റ് അബ്ബാസ് കാരേങ്ങൽ എന്നിവർക്ക് കിറ്റ് കൈമാറി. മഹല്ല് UAE കമ്മിറ്റി പ്രസിഡന്റ് അനീസ് നാറാണത്ത്, ഉമ്മർ പള്ളിപ്പാടം, PY അബൂ സാലി, എരുമപ്പെട്ടി മഹല്ല് ഖത്തർ കൂട്ടായ്മ പ്രസിഡന്റ് ഷെരീഫ് പാമ്പ്ര തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് കോൾപ്പാടശേഖരത്തിലെ 1080 ഏക്കർ നെൽകൃഷിയിലെ വിളവെടുപ്പ് ആരംഭിച്ചു. മുൻകാലങ്ങളിൽ മഴയിൽ മുങ്ങാറുള്ള വിളവെടുപ്പാണ് ഇക്കുറി നിശ്ചിത സമയത്തിനുള്ളിൽ നടക്കുന്നത്. കഴിഞ്ഞ തവണ അന്തിക്കാട് പാടശേഖരം 2ാം മേഖലയിൽ ആയതിനാൽ കൃഷിയിറക്കൽ വൈകിയത് വിളവിനെ ബാധിച്ചിരുന്നു. ഈ വർഷം അന്തിക്കാട് പാടശേഖരത്തെ 1ാം മേഖലയിൽ ഉൾപ്പെടുത്തിയത് കൃഷി ഇറക്കുന്നതിനും വിളവെടുപ്പിനും ഗുണകരമായി. റീബിൽഡ് കേരളയുടെ ഭാഗമായി ഫാം റോഡുകളും ബണ്ടുകളും ബലപ്പെടുത്തിയതും പുതിയ കർഷകരെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ കാരണമായിട്ടുണ്ട്. 100 ഏക്കറിന് ഒരു സബ്മേഴ്സിബിൾ പമ്പ് എന്ന കണക്കനുസരിച്ചുള്ള പമ്പ് സെറ്റുകൾ അന്തിക്കാട് പാടശേഖരത്തിന് ഇനിയും ലഭ്യമായില്ലെങ്കിലും നിലവിലുള്ള പമ്പ് സെറ്റുകൾ ഉപയോഗിച്ചത് ഏറെ ഗുണകരമായെന്ന് കർഷകർ പറഞ്ഞു. കഴിഞ്ഞ കൊല്ലത്തേലൊക്കെ അപേക്ഷിച്ച് ഈ കൊല്ലം നെല്ലും നല്ല മാതിരി ആയിട്ടുണ്ട്. പിന്നെ കയറ്റി കൊണ്ടുപോകാനെല്ലാം സൗകര്യം കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, വളരെ നല്ല മാതിരിയാണ് കാര്യങ്ങളൊക്കെ നടന്നത്. നെല്ല് വളരെയധികം നന്നായിട്ടുണ്ട്. വാണിജ്യം. ലോക ഗ്ലോക്കോമ വാരാചരണത്തിന്റെ ഭാഗമായി തൃശൂർ കോർപ്പറേഷനും ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി 1 മാസം നീണ്ടുനിൽക്കുന്ന ഗ്ലോക്കോമ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. മേയർ MK വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ആര്യ ഐ കെയർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ KB മിനുദത്ത് ബോധവൽക്കരണ സന്ദേശം നൽകി. ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റ്
ഡോക്ടർ എം മഞ്ജു ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. ചടങ്ങിൽ ആര്യ ഐ കെയർ ജനറൽ മാനേജർ ആർ കെ നവീൻ, ഓപ്പറേഷൻസ് മാനേജർ വിജേഷ് നാഥൻ, മാർക്കറ്റിംഗ് മാനേജർ സുനീഷ് ചന്ദ്രൻ, ചേർപ്പ് ബ്രാഞ്ച് മാനേജർ ജിഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിലും കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലും ചേർപ്പ് തായംകുളങ്ങര ആര്യ ഐ കെയർ ബ്രാഞ്ചിലും 40 വയസ്സ് കഴിഞ്ഞവർക്ക് മാർച്ച് 31 വരെ സൗജന്യ ഗ്ലോക്കോമ നിർണയവും നേത്രപരിശോധനയും നടക്കും. ഗ്ലോക്കോമ രോഗത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്നതിനായി സൗജന്യ വെർച്വൽ റിയാലിറ്റി ബോധവൽക്കരണവും ഉണ്ടായിരിക്കും. കണ്ണുകളിൽ മർദ്ദം വർദ്ധിക്കുന്നത് മൂലം കാഴ്ചപരിധി കുഴൽ രൂപത്തിൽ ചുരുങ്ങി പൂർണ്ണമായും അന്ധതയിലേക്ക് നയിക്കുന്ന രോഗമാണ് ഗ്ലോക്കോമ. 40 വയസ്സിന് മുകളിലുള്ളവർക്കും പാരമ്പര്യമായി പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കും ഗ്ലോക്കോമ വരുന്നതിന് സാധ്യതയുണ്ട്. നേരത്തെയുള്ള രോഗനിർണയം കാഴ്ച കൂടുതൽ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ആര്യ ഐ കെയർ ഹോസ്പിറ്റലുകളിൽ 3000 രൂപയുടെ സ്പെഷ്യൽ ഗ്ലോക്കോമ പരിശോധന 1500 രൂപയ്ക്ക് ലഭ്യമാണ്. കൂടാതെ തിമിര ശസ്ത്രക്രിയ, പ്രൊസീജിയറുകൾ, കണ്ണടകൾ എന്നിവയ്ക്ക് 10% ഡിസ്കൗണ്ടും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9946322288 0487232228. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8050 രൂപ, പവന് 64400 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3382 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കുടിവെള്ളക്ഷാമം ചർച്ച ചെയ്യാൻ ഇരിങ്ങാലക്കുട നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ KSTP ഉദ്യോഗസ്ഥർ എത്തിയില്ല. KSTPയുടെ ധിക്കാരം അവസാനിപ്പിക്കണമെന്ന് കൗൺസിലർമാർ. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിന്റെ കപ്പളയുടെ ചില്ലുവാതിൽ തകർത്ത് രൂപം കവർന്നു. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടത്തിൽ 10 ആനകളെ പങ്കെടുപ്പിക്കുവാൻ തീരുമാനം. മുൻനിരയിൽ ഓടുക. ആദ്യം നറുക്കെട്ടെടുക്കുന്ന 3 ആനകൾ. അതിരപ്പള്ളിയിൽ കാലിന് പരിക്കേറ്റ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതിയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കാൻ വനംവകുപ്പിന്റെ തീരുമാനം. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ റോഡരികിലെ കരിക്ക് വിൽപ്പന കേന്ദ്രം കാട്ടാന തകർത്തു. കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഹോൺ മുഴക്കി വാഹനങ്ങൾ. ദുരിതമനുഭവിച്ച് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.